ബോണത്താലെ എന്ന വാക്കിൻ്റെ അർത്ഥം മെറി ക്രിസ്മസ് എന്നാണ്. അതൊരു ഇറ്റാലിയൻ പദമാണ്. 2013 ആരംഭിച്ച ഗിന്നസ് റെക്കോർഡ് കൂടിയ ബോണത്താലെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളോടെ വിഭവങ്ങളോടെ തൃശ്ശൂർ നഗരവീതിയിൽ ഒരിക്കൽ കൂടെ പുളകം കൊള്ളിക്കാൻ ക്രിസ്തുമസിൻ്റെ സന്ദേശം നാനാലോകർക്കും ക്രിസ്തു ജനിച്ചു എന്ന സവിശേഷമായ സുവിശേഷം അറിയിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത 15,000 ക്രിസ്തുമസ് സാന്താക്ലോസ്മാർ ഒരുമിച്ച് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ അണിനിരക്കുകയാണ്. അത് വർണ്ണാഭമായ കാഴ്ചയാണ്. ഒപ്പം ഏറ്റവും സ്പെഷ്യലായിട്ട് 2024 ബോണത്താലെ സമ്മാനിക്കുന്ന ഒരു പുൽക്കൂട് സമ്മാനം എന്ന് പറയുന്നത് 60 അടി നീളത്തിൽ ചലിക്കുന്ന LED ഏതേൻ തോട്ടമാണ്. ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിച്ച കാലത്തിലേക്ക് ക്രിസ്തുമസ് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും 15 വലിയ ഫ്ലോട്ടുകൾ വിവിധങ്ങളായ വിഷയങ്ങളെ പ്രതിനിധീകരിക്കുന്ന തൃശ്ശൂരിൻ്റെയും കേരള സംസ്കൃതിയുടെയും ബോണത്താലുടെയും ഒപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വ്യത്യസ്തമായ ഫ്ലോട്ടുകൾ സ്വരാജ് റൗണ്ടിൽ അണിനിരക്കുന്നു. 7 പള്ളികളിൽ നിന്നുള്ള വ്യത്യസ്തമായ ആകർഷണീയമായ പ്ലോട്ടുകളും അണിനിരക്കുന്നു. ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമാണ്. കേന്ദ്ര മിനിസ്റ്റർ തുടങ്ങിയ വലിയ MP-മാരും MLA-മാരും തൃശ്ശൂർ നഗരം മുഴുവൻ ഇളകി ഒരുമിച്ച് വരുന്ന ഒരു വലിയ സന്ദർഭമായി ബോണത്താലെ മാറുകയാണ്. നാളെ കൃത്യം 5 മണിക്ക് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് കേന്ദ്ര പാർലമെൻ്ററി കാര്യ മന്ത്രിയും ന്യൂനപക്ഷ കാര്യമന്ത്രിയുമായ ബഹുമാനപ്പെട്ട കിരൺ റിജിജു അവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയും മന്ത്രി R. രാജനും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R. ബിന്ദു മേഡവും തുടങ്ങി തൃശ്ശൂരിൻ്റെ മേയർ അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ്, അഭിവന്യ ടോണി പിതാവ് തുടങ്ങിയ പ്രിയമുള്ള ഔഗിൻ പിതാവ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ, എല്ലാ വിഭാഗത്തിൻ്റെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന അവരെല്ലാവരും ചേർന്ന് ഈ ബോണത്താലയെ ഫ്ലാഗ് ഓഫ് ചെയ്യും. കൃത്യം 5:05 നമ്മൾ സെൻറ്റ് തോമസ് കോളേജ് റോഡിലൂടെ ബോണത്താലയുടെ പ്രൊസഷൻ ജില്ലാ ആശുപത്രിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഫ്ലോട്ടുകൾ ഓരോന്നോരോന്നായി ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ ഈ പാപ്പന്മാരുടെ ഇടയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ബോണത്താലെ തൃശ്ശൂർ റൗണ്ട് ചുറ്റി 8 മണിക്ക് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സ്ക്വയറിൽ എത്തിച്ചേരും. അവിടെ വെച്ചിട്ടാണ് നമ്മൾ കാരുണ്യത്തിൻ്റെ ആഘോഷം കൂടിയായ ബോണത്താലയുടെ ഭാഗമായി ഈ വർഷം പണിയുന്ന 5 വീടുകളിൽ 2 വീടുകൾക്ക് വേണ്ട ധനസഹായം കൈമാറുന്നത്. കഴിഞ്ഞ വർഷം പണിത വീടുകളുടെ താക്കോൽ ദാനവും ഈ അവസരത്തിൽ നമ്മൾ കൈമാറും. അതുപോലെ തന്നെ ഈ വാലഡിക്ടറി ഫംഗ്ഷനിൽ നമ്മൾ അതിഥിയായി പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകളെയാണ്. ബഹുമുഖ മേഖലകളിൽ നിന്നുള്ള ജാതി മത വർണ്ണ വിവേചനം ഇല്ലാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായി ഈ ബോണത്താലെ ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സസന്തോഷം തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബോണത്താല ആരംഭിക്കുമ്പോൾ തൊട്ട് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അതിരൂപതയുടെ അൽമായ നേതൃത്വത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ജോജു മഞ്ഞിലയാണ്. ജോജു മഞ്ഞില ഇതിനെക്കുറിച്ച് വർഷങ്ങളായി നടക്കുന്ന ബോണത്താലയുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ. ബോണത്താല എന്ന വാക്കിൻ്റെ അർത്ഥം, ഇറ്റാലിയൻ പദത്തിൻ്റെ അർത്ഥം മെറി ക്രിസ്മസ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് താങ്കൾക്കുണ്ട്. താങ്കൾ എന്താണ് ഈ 2024 പൊതിയഴിക്കുമ്പോൾ എന്താണ് ബോണത്താല ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിസ്മയങ്ങൾ? 2013 ശേഷം 2014 അത് ഗിന്നസ് റെക്കോർഡ് നേടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാപ്പാന്മാരെ അണിനിരത്തിയ ഒരു സംരംഭമായിരുന്നു 2014. 2024 ഏകദേശം 15,000-ഓളം വരുന്ന പാപ്പന്മാർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒന്നായി തീരുമെന്നുള്ളതിൽ സംശയമില്ല. തൃശ്ശൂരിൻ്റെ, കേരളത്തിൻ്റെ മുഴുവൻ കണ്ണുകളും ഈ നാളെ 27-ാം തീയതി വൈകിട്ട് തൃശ്ശൂരിലേക്കായിരിക്കും. കാരണം ഇത് ലോകത്തിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒന്നാണ്.